ആപ്കി അദാലത്തിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പൊളിറ്റിക്സ് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദേവേന്ദ്ര സർ, താങ്കളെ മഹാരാഷ്ട്രയിൽ എല്ലാവരും ദേവ്ബൗ എന്നാണ് വിളിക്കാറുള്ളത്. പിന്നെ ദേവബൗ ജനങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ചാ യോഗി ആദിത്യനാഥ് എന്താ പറയുന്നത്? ഇലക്ഷന്റെ സമയത്ത് താങ്കളുടെ വീഡിയോയിൽ എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ജാഗോ ഹിന്ദു ജാഗോ തോ. അപ്പോ സമൂഹത്തിൽ എന്തിനാണ് ഇങ്ങനൊരു വേർപാടുണ്ടാക്കുന്നത്? നോക്കിയേ, ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഒരാൾക്കൊരാൾ കുറച്ച് അകന്നിരിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതിനർത്ഥം ഞങ്ങൾ ഈ സമൂഹത്തിനെ ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൽ ഈ ഡിവീസീവ് പോളിറ്റിക്സ് ഓടിക്കൊണ്ടിരിപ്പുണ്ടല്ലോ. ഇതുപോലെ ഇവർ ഈ അൾട്രാ ലെഫ്റ്റിസ്റ്റ് ഈ പോളിറ്റിക്സ് ഓടുന്നുണ്ടല്ലോ ഇവിടെ. ഈ സൊസൈറ്റി മുഴുവനും ഓരോ ജാതി വെച്ച് പിരിച്ചെടുക്കുന്ന ഒരു പണി ഇത് കോൺഗ്രസ് പാർട്ടി പിന്നെ ഇന്ത്യ അലയൻസുമാണ് ചെയ്തത്. അതിനെതിരെയാണ് പ്രധാനമന്ത്രി അദ്ദേഹം ഘോഷമിട്ടു. സേഫ് ആയിരിക്കും, അതാണ് ജനങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി ചേർത്തത്. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ ഇത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഇത് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഈ സൊസൈറ്റിക്ക് വേണ്ടി അത് പറയുന്നത് നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന്. ഞങ്ങൾ എപ്പോഴാണ് നിങ്ങളോട് പിരിഞ്ഞിരിക്കാൻ? ഹിന്ദു ജാഗോ തോ. അതെ, മുസ്ലിങ്ങളോട് പറയുന്നില്ല. അവര് ഉറങ്ങിയിട്ടില്ല, അവര് ഉറങ്ങത്തേയില്ല. ഞാൻ താങ്കളുടെ ഒരു കവിത കേട്ടിരുന്നു. അതിൽ താങ്കൾ ഹിന്ദുക്കളോട് ഉണരാൻ പറയുകയാണ്. ആക്ച്വലി ഇത് എന്റെ ഓൺ കവിതയൊന്നുമല്ല, ഇതൊരു പാട്ടാണ്. ഈ പാട്ടുണ്ടല്ലോ, ഇത് രാം ജന്മഭൂമി ആ ഒരു സമയത്ത് വന്ന പാട്ടാണ്. പിന്നെ രാം ജന്മഭൂമി ആ സമയത്ത് ഞാനവിടെ പോയിരുന്നു. ആ കാര്യം നടക്കുമ്പോൾ എല്ലാ സമയവും ഞാനവിടെ ഉണ്ടായിരുന്നു. സോ രാമന്റെ അമ്പലത്തിന് എപ്പോഴാണ് ഭൂമി പൂജ നടന്നത്, അപ്പോഴാണ് ഞാൻ ഈ പാട്ട് പാടിയത്. പിന്നെയും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പിന്നീടത് റെക്കോർഡായി വൈറലായിപ്പോയി. പിന്നീടത് തെരഞ്ഞെടുപ്പിൽ ഓടി. നിങ്ങൾക്കറിയാമല്ലോ, റീകോൾ ആവുന്നത് വൈറലാവുന്നു. താങ്കൾക്ക് ആ പാട്ട് ഓർമ്മയുണ്ടോ? जागो तो एक बार हिंदू जागो तो, जागी थी झांसी की रानी खूब लड़ी पर हार न मानी, मचा दिया संग्राम जागो जागो तो, जागे थे वीर शिवाजी भागे सारे दुश्मन पाजी, चमक उठी तलवार जागो जागो तो, जागे थे गुरु गोविंद प्यारे देश पे अपने लाल थे वारे, लुटा दिया परिवार जागो जागो तो, जागे थे भगत सिंह दीवाने फांसी झूले हार न माने, मचा दिया संग्राम जागो जागो तो. ഇത് വളരെ നല്ലൊരു പാട്ടാണ്. ആ പാട്ടിൽ ഇങ്ങനെ ഒരു ലൈനും ഉണ്ട്. जागे हैं नरेंद्र भाई 370 को दिया हटा, आतंक का काम तमाम जागो हिंदू जागो. അതെ, സത്യമായി. ഇതിൽ എന്ത് തെറ്റാവുള്ള? നോക്കിയേ, ഈ നാട്ടിൽ എപ്പോഴൊക്കെ ഈ സമൂഹം ഉറങ്ങിയിരിക്കുന്നോ അപ്പോഴൊക്കെ ആരേലും ഒരാൾ വന്ന് ഈ സമൂഹത്തിനെ എണിപ്പിച്ചു. ഛത്രപതി ശിവാജി മഹാരാജ് എപ്പോഴാണോ നമ്മുടെ നാട്ടില് വലിയ വലിയ ആളുകളും വലിയ വലിയ രാജാക്കന്മാരും എല്ലാവരും മുഗലായരുടെ താഴെയായിരുന്നു ജോലി എടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഛത്രപതി ശിവാജി മഹാരാജ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന്, നമുക്ക് രാജ്യമുണ്ടാവണമെന്ന്. പിന്നീട് ഛത്രപതി ശിവാജി മഹാരാജ് അത് എങ്ങനെയാണ് പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാ സമൂഹത്തിലുള്ള ജനങ്ങളെയും ഒരുമിപ്പിച്ചാൽ പോലും ഒരു കടലല പോലെ സ്വാതന്ത്ര്യം അവരെ നിറഞ്ഞു നിന്നു. പിന്നീട് ആ സ്വാതന്ത്ര്യം തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ആരേലും ഒരാള് ഇതുപോലെ തന്നെ ഈ സമൂഹത്തിനെ എണിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് തന്നെ ഈ പാട്ട് മൂലം പറഞ്ഞത്. ഉണർത്താൻ നോക്കിയല്ലേ? താങ്കൾ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം ഞാനിപ്പോ പറയാം. ഇലക്ഷന്റെ സമയത്ത് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ कुत्ता भी पेशाब नहीं करेगा औरंगजेब की पहचान पर, अब तो भगवा लहराएगा पूरे हिंदुस्तान पर. ഇതിലൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ചെറിയൊരു തെറ്റാണത്. कुत्ता भी ना पेशाब करेगा औरंगजेब की पहचान पर, अब तो भगवा लहराएगा पूरे पाकिस्तान पर. പാകിസ്ഥാനെതിരെ നമ്മൾ കൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇക്കാര്യം താങ്കൾ പറഞ്ഞിരുന്നു, ആരാണോ ഔറംഗസീബിന്റെ ഫോട്ടോ കാണിച്ച് ആ വികാരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവരെങ്ങനെ ഔറംഗസീബിന്റെ മക്കളാകുമെന്നാണ്. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്താ നോക്കിയേ, ഔറംഗസീബ് നമ്മുടെ ഹീറോ ആയിട്ട് ഒരിക്കലും ഇരിക്കില്ല. അവര് പുറത്തുനിന്ന് വന്ന ജനങ്ങളാണ്. അവരൊരിക്കലും ഈ നാട്ടിലൊരു ജനങ്ങളായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നീട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ ഒരു വലിയ കഷ്ടമുള്ള കാര്യമാണ് ഔറംഗസീബ് ചെയ്തത്. ഈ നാട്ടില് മതത്തിന്റെ പേരും പറഞ്ഞ് ഔറംഗസീബ് ജനങ്ങളെ കൊന്നിട്ടുണ്ട്. ഈ നാട്ടില്
നമ്മുടെ നാടിന്റെ അമ്പലങ്ങളെ പൊട്ടിക്കുന്ന എല്ലാ പണിയും ഔറംഗസീബ് കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഔറംഗസീബ് നമ്മുടെ ഹീറോ ആയിട്ട് എങ്ങനെ മാറാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റത്തില്ല. അതായത് ഹിന്ദു മുസ്ലിം ആർക്കും ഇരിക്കാൻ പറ്റില്ല അദ്ദേഹം ഹീറോ ആയിട്ട്. കാരണം ഇന്ത്യയിലുള്ള മുസ്ലിംസ് അവർ പൂജിക്കുന്ന വഴി എന്തായാലും ഒരു കാലത്ത് അവർ ഇന്ത്യയുടെ മണ്ണിൽ തന്നെയായിരുന്നു ജനിച്ചത്. പക്ഷേ ഔറംഗസീബിന്റെ മക്കളൊന്നും ഒരിക്കലും ഇന്ത്യയിൽ ജനിച്ചവരല്ല, അവർ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ നാടിന്റെ ഹീറോ ആവാൻ പറ്റത്തില്ല. ഹിന്ദുസിനും ആവാൻ കഴിയില്ല, മുസ്ലിംസിനും ആവാൻ കഴിയില്ല. പിന്നെ ആരൊക്കെ ഔറംഗസീബിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും അവരൊക്കെ വഴക്ക് പറഞ്ഞിരിക്കും. ഇപ്പോ ഔറംഗസീബ് ഭൂമിക്കടിയിലേക്ക് പോയി 400 വർഷങ്ങളായി. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ താങ്കളാണ് മുഖ്യമന്ത്രി, താങ്കളുടെ സർക്കാരാണ്. താങ്കൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഹിന്ദുക്കളും ഇഷ്ടപ്പെടില്ല, മുസ്ലിങ്ങളും ഇഷ്ടപ്പെടില്ല. പിന്നെ എന്തിന് അദ്ദേഹത്തിന് കല്ലറയെന്നാണ്? സത്യം പറഞ്ഞാൽ കല്ലറയൊക്കെ എന്നൂട്ടോ കിട്ടുന്നതാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയൊന്നും അല്ല ഇത്. പിന്നെ എനിക്കത് ഇഷ്ടമാണോ ഇല്ലയോ, ഈ ഒരു കല്ലറ ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരം ഇതിനു മുമ്പ് 60-70 വർഷത്തിന് മുമ്പ് പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റാ, അതിന് ഒരു സ്റ്റേറ്റസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു കല്ലറ ഇരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ആരേലും ഒരാൾ മരിച്ചുപോയാ അവർക്ക് വേണ്ടി ഒരു കല്ലറ പണിത് കൊടുക്കാം, പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്തും കൊടുക്കാം. പിന്നീട് എനിക്കെന്താ കഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആരേലും ആ കല്ലറയിലോട്ട് പോയി പൂവിട്ട് അതിനെ പൂജിക്കുന്നതിൽ. ഔറംഗസീബിനെ പൂജിക്കാനായിട്ട് അയാൾ ഈ നാടിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ നാടിന് അന്യായം കാണിച്ചിട്ടുണ്ട്, ഈ നാടിന് ഒരുപാട് കൊള്ളയടിച്ചിട്ടുണ്ട്, ഈ നാടിനെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കല്ലറയിൽ 400 അല്ല, ഒരു 4000 വർഷം വേണമെങ്കിൽ അവിടെ കിടക്കട്ടെ. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോയി അവിടെ ആരെയൊക്കെ അവിടെ പോയി അയാൾ ഒരു ദൈവത്തെ പോലെ കാണുവാണെങ്കിൽ അത് ഞങ്ങളെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. ദേവേന്ദ്ര സർ, മുംബൈയിൽ ട്രെയിനിലൊരു സീരിയൽ ബ്ലാസ്റ്റിംഗ് സംഭവിച്ചു. 189 പേർ കൊല്ലപ്പെട്ടു. 12 പേർക്ക് കീഴ്ക്കോടതി ശിക്ഷ നൽകി. പക്ഷെ ഹൈക്കോടതി അവരെ വെറുതെ വിട്ടു. ഇപ്പോ ജനങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ആ 189 പേരെ ആരാണ് കൊന്നത്? ഇതാ നോക്കിയ ഈ ഹൈക്കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം അത് ഞങ്ങൾക്കൊരു ഷോക്കായിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സുപ്രീം കോർട്ട് ആ തീരുമാനം സ്റ്റേ ചെയ്തു. സുപ്രീം കോർട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. പിന്നെ ഏതൊരു എവിഡൻസ് ഇതിനു വേണ്ടി ഞങ്ങളുടെ അടുത്തുണ്ടോ ആ ആധാരം വെച്ച് ഞങ്ങൾ സുപ്രീം കോർട്ടിലോട്ട് പറയും. അതായത് ലോയർ കോർട്ടിൽ എന്ത് തീരുമാനമാണോ അവർ പറഞ്ഞ ആ ജഡ്ജ്മെന്റ് തീരുമാനവും മതി. OVC സാർ പറഞ്ഞത് ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ സർക്കാർ BJPയുടേതാണ്, ദേവേന്ദ്ര ഫട്നാവിസിന്റെ. അപ്പോൾ ഈ സർക്കാർ യഥാർത്ഥ കുറ്റവാളി ആരാണോ അവരെ പിടിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നാണ്. ഇതാ നോക്കി ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ആ ബ്ലാസ്റ്റ് സംഭവിച്ചത് 2006. കുറ്റവാളികളെ 2006 തന്നെ പിടിച്ചു. അവരുടെ മീതെ ആ കേസും പ്രശ്നം തുടങ്ങിയത് 2006 തന്നെ. 2016 വരെ ഞങ്ങളുടെ ഭരണമല്ലായിരുന്നു, വേറൊരുത്തരുടെ ഭരണമായിരുന്നു, അതായത് കോൺഗ്രസിന്റെ തന്നെ. അതുകൊണ്ട് പിന്നി നിന്ന് ആ കാര്യത്തിനെക്കുറിച്ച് കുത്തിപ്പൊക്കുന്നത് പൊട്ടത്തരവാണ്. പക്ഷേ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവട്ടെ. ആ ഗവൺമെന്റ് തെറ്റ് ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല. ആ സമയത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വിഷയം തെറ്റായിട്ട് സംഭവിച്ചു ഞാൻ പറയുന്നില്ല. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ലോയർ കോർട്ടിൽ ഏത് ജഡ്ജ്മെന്റ് ആണോ തന്നത് അത് ഹൈക്കോർട്ട് അപ്രിഷ്യേറ്റ് ചെയ്തെടുക്കും. അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോർട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം ഉള്ളത് കൊണ്ട് സുപ്രീം കോർട്ട് ഹൈക്കോർട്ടിലെ ജഡ്ജ്മെന്റ് സ്റ്റേ എടുത്തു. പക്ഷേ ദേവേന്ദ്ര സർ, ഏത് ഓഫീസർമാരാണെങ്കിലും, അവർ SIT ആണെങ്കിലും ശരി, അല്ല പോലീസ് ആണെങ്കിലും, ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള എൻക്വയറി നടന്നില്ല. കൃത്യമായ തെളിവുകൾ അവർ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ല. അങ്ങനെ കേസ് വീക്കായി. നമുക്ക് അവരെക്കുറിച്ച് സംസാരിക്കണ്ടേ? ഇതാ നോക്കി ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അവര് പ്രോസിക്യൂഷന് വേണ്ടി ഏതൊരു ആധാരം അതായത് റെഡിയാക്കിയോ അത് ബേസ് ചെയ്താണ് ലോയർ കോർട്ട് അവർക്ക് തൂക്കിലിടാൻ പറഞ്ഞു കൊടുത്തത്. ഹൈക്കോർട്ടിൽ തൂക്കിക്കൊല്ലാൻ കൺഫർമേഷന് മേടിക്കാൻ പോയതാ. പിന്നീട് ഹൈക്കോർട്ട് എക്സാമിനേഷനോ ക്രോസ് എക്സാമിനേഷനോ ഒരിക്കലും ചെയ്യത്തില്ല. ഫാക്സിന്റെ ആധാരം വെച്ചാണ് അവർ തീരുമാനിക്കുന്നത്. ചില കാരണം കൊണ്ട് ഹൈക്കോർട്ട് അതെന്ത് തോന്നിയെന്ന് വെച്ചാൽ ലോവർ കോർട്ടിന്റെ തീരുമാനം ശരിയല്ല, അതുകൊണ്ടാണ് ഈ തീരുമാനം കൊടുക്കുന്നതെന്നും പറഞ്ഞ് ഇപ്പൊ സുപ്രീം കോർട്ടും അതിന് സ്റ്റേ കൊടുത്തതുകൊണ്ട് ഇതുപോലത്തെ സമയത്ത് ആ ഓഫീസേഴ്സിന്റെ മേത്ത് അവർ ആക്ഷൻ എടുത്തിരുന്നു. ഒരു വിധത്തിൽ പറയണമെങ്കിൽ അത് ആ സമയത്തിന് അന്യായമാണ്. അതുകൊണ്ട് സുപ്രീം കോർട്ടിന്റെ തീരുമാനം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. OVC സാർ എന്താ പറയുന്നത് വെച്ചാൽ പിടിക്കപ്പെട്ടവരാരാണോ അവരെടുത്തുനിന്ന് നിർബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചെന്ന്. പിന്നെ താങ്കൾ മുസ്ലിങ്ങൾക്കെതിരാണെന്നും അവരെ താങ്കൾ ഉപദ്രവിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. OIC സാർ എന്താ ഗജനി സിനിമ കാണുമായിരുന്നോ? അദ്ദേഹത്തിന് ഈ കാര്യമൊക്കെ ഓർമ്മയിലുണ്ടാവണം. അതായത് ഈ കാര്യങ്ങളൊക്കെ
BJP ഭരണത്തിലോട്ട് വരുന്നതിന് മുമ്പേ സംഭവിച്ചതാണ്. ഞങ്ങൾ 2014 വന്നേ. ഇത് പിന്നെ ഈ ബ്ലാസ്റ്റ് 2006 റിസൾട്ട് ആണ്. അതൊക്കെ കഴിഞ്ഞാണ് ഈ 2016 വന്നേക്കുന്നത്. എന്തുകൊണ്ട് ഈ ചർച്ച വന്നെന്ന് വെച്ചാൽ താങ്കളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ട്, നിതേഷ് റാണെ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറാഠി എന്നുള്ള പേരിൽ ഞങ്ങളെ എന്തുകൊണ്ടാണ് അടിക്കുന്നത്? റൗണ്ട് തൊപ്പി ധരിച്ചവരെയും താടി വളർത്തുന്നവരെയും ഒന്നടിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന്. ഇല്ല, ഇത് തെറ്റാണ്. അതായത് ആരെയും ഈ ഒരു ഭാഷയുടെ പേര് പറഞ്ഞ് അടിക്കുന്നത് വളരെ തെറ്റാണ്. മഹാരാഷ്ട്രയിൽ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ മറാത്തി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ പ്രഷർ ചെയ്യാൻ പാടില്ല. നമ്മൾ ആരേലും മറാഠി സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ ആരെയും തല്ലാൻ പാടില്ല. പിന്നീട് നിതേഷ് റാണെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം വേറൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഹിന്ദുസിനെ തല്ലുവാണ്. അതായത് ഇനിയും എത്രയോ പേരുണ്ട് മറാഠി സംസാരിക്കാത്തവര്, അവരെന്തുകൊണ്ടാണ് നിങ്ങൾ അടിക്കാത്തതെന്ന് ചോദിക്കുന്നത്. സ്കൂളിൽ എന്തുകൊണ്ട് മറാഠി നിങ്ങൾ പഠിപ്പിക്കുന്നില്ല? പറഞ്ഞ കറക്റ്റ് അമീർ ഖാനും ജാവേദ് അക്തറും എന്തുകൊണ്ട് മറാഠി സംസാരിക്കുന്നില്ലെന്നും ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു വിധത്തിൽ അത് കറക്റ്റാണ്, പക്ഷെ അത് ഒരു വിധത്തിൽ തെറ്റാണ്. കാരണം ഇപ്പോൾ വെറും ഒരു ഭാഷയുടെ കാര്യം മാത്രം പറഞ്ഞ് വേറെയുള്ള ജനങ്ങൾ ഈ ഭാഷ സംസാരിച്ചില്ലെങ്കിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഇത് തെറ്റാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. മറാഠിയെക്കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മുംബൈയിൽ മറാഠി ഭാഷയ്ക്ക് വേണ്ടി പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. തല്ലുന്നു, ഭീഷണികൾ മുഴക്കുന്നു. താങ്കളുടെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്? നോക്കേ, ഒരു 2-3 സംഭവം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ മേത്ത് ഞങ്ങളുടെ ഗവൺമെന്റ് ആക്ഷൻ എടുത്തിരിക്കും. ആദ്യത്തെ കാര്യം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മഹാരാഷ്ട്രയിൽ മറാത്തി പഠിക്കുന്ന കാര്യം കമ്പൾസറിയാണ്. ഞങ്ങളത് കമ്പൾസറി ആക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. മഹാരാഷ്ട്രയിൽ മറാഠി സംസാരിച്ചേ പറ്റുള്ളൂന്ന് അവരെ ഫോഴ്സ് ചെയ്യുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ആരേലും മറാഠി സംസാരിച്ചില്ലെങ്കിൽ അവരെ തല്ലുന്നത് ഞങ്ങളുടെ ഭരണത്തിലുള്ള കാര്യമല്ല. അങ്ങനത്തെ കാര്യം ആരേലും ചെയ്താൽ അങ്ങനെയുള്ളവരുടെ മേത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും. താങ്കളുടെ പാർട്ടിയുടെ ഒരു സീനിയർ മെമ്പറായ നിഷികാന്ത് ദുബെ, അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, മഹാരാഷ്ട്രയിലെ ജനങ്ങളെല്ലാം ബീഹാറിലേക്ക് വരൂ, UP-യിലേക്ക് വരൂ, തമിഴ്നാട്ടിലേക്ക് വരൂ, അവിടെ നിങ്ങളെ എല്ലാവരും അടിക്കുമെന്ന് പറയുന്നു. ഇതും തെറ്റാണ്. അദ്ദേഹം എന്താണോ പറഞ്ഞത് ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. കാരണം നമ്മളിപ്പോൾ എങ്ങോട്ടായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നേ? പിന്നെ ഞാൻ നമ്മുടെ മറാത്തി എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കൾച്ചർ എന്താണ്, നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെയാണ്. മറാത്തി ആൾക്കാർ പഴയ ആൾക്കാരൊന്നും വഴക്കിട്ടിട്ടില്ല. ഈ നാട്ടിൽ ഹിന്ദു സ്വാതന്ത്ര്യം കൊണ്ടുവന്നൊരു മറാത്തി ആൾക്കാരാണ്. മഹാരാഷ്ട്രയിലും പാണിപ്പട്ട് പോരിൽ ആരാണ് ഫൈറ്റ് ചെയ്തത്? അമാക്ഷ ആദാലി എന്താ പറഞ്ഞെന്ന് വെച്ചാല്, പഞ്ചാബ് ബലൂചിസ്ഥാനെ ഞങ്ങൾക്ക് തന്നേക്കണം, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തന്നെ വെച്ചോളൂ, മുഴുവൻ ഇന്ത്യയും, അതിനുശേഷം ഞാൻ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്തോളാം എന്നാ പറഞ്ഞേ. മറാത്തിയിലുള്ളവരൊക്കെ വിചാരിച്ചിരുന്നാൽ കോംപ്രമൈസ് ആയേനെ. പക്ഷെ മറാത്തി ആൾക്കാർ 1 ഇഞ്ച് സ്ഥലം പോലും തരത്തില്ലെന്നാ പറഞ്ഞത്. പിന്നെ അവിടെ പാണിപ്പട്ടി പോയിട്ട് ഞങ്ങളുടെ മറാത്തിയിലുള്ള ആൾക്കാരായിരുന്നു വഴക്കിട്ടത്. ലക്ഷക്കണക്കിന് മറാത്തി ആൾക്കാരാ മരിച്ചത്. പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞ് ഈ ഡൽഹിയെ മറാത്തി ആൾക്കാരാണ് ആക്രമിച്ചത്. പിന്നെ അവരാ കൊടി നട്ടുവെച്ചു. ഇതാണ് ഈ നാട്ടുകാരുടെ ഹിസ്റ്ററി. ഈ മറാഠി ആൾക്കാർ ഇത്ര താഴ്ത്തി കൊടുക്കാൻ പാടില്ല. നോക്കൂ, ഇതൊക്കെ വെറും പോളിറ്റിക്സ് ആണ്. പൊതുജനങ്ങൾക്ക് മറാത്തി ആൾക്കാരുടെ മേത്ത് സ്നേഹമുണ്ട്. ഒരു ഭാഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവരവിടെ പോരാടുന്നത്. അതിനുവേണ്ടിയും പറഞ്ഞ് ജനങ്ങളെ കഷ്ടപ്പെടുന്നതും വളരെ തെറ്റാണിതിൽ. രാജ് താക്കറെ എന്താ പറയുന്നത് വെച്ചാ, നിഷികാന്ത് ദുബെക്കുള്ള ഉത്തരവാണ് അദ്ദേഹം പറയുന്നത്. അതായത് മുംബൈയിലേക്ക് വാ, കടലിൽ നിന്നെ മുക്കി കൊന്നുകളയുമെന്ന്. അവരെ അവിടെ തറയിലടിച്ചു കൊന്നേക്ക്, ഇവരെ ഇവിടെ വെള്ളത്തിലടിച്ചു കൊല്ലും. ഈ രണ്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തേയില്ല. ആരൊക്കെ വന്നാലും ഞങ്ങൾ അവരെ വെൽക്കം ചെയ്യും. ഞങ്ങൾ ആരുടെ അടുത്തും തെറ്റായിട്ടൊരു കാര്യം സംഭവിക്കാൻ വിടത്തുമില്ല. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റ് നിയമപ്രകാരം എന്താണോ ഉള്ളത് അതേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. ഫൈനലായിട്ട് ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും കുറച്ചുനാൾ മുന്നേ ഒരുമിച്ച് കാണായിരുന്നു. അതുകൊണ്ട് താങ്കൾക്ക് എന്താ തോന്നുന്നത്? അവരുടെ മനസ്സുകൾ ഒരുമിച്ചതുകൊണ്ട് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? നോക്കൂ, അവരുടെയൊക്കെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അവർക്കേ അറിയത്തുള്ളൂ. എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ എങ്ങനെ പറയാനാ? പക്ഷേ അങ്ങനെ എത്രയോ വട്ടം ഗവൺമെന്റിൽ എങ്ങനത്തെ സിറ്റുവേഷനാ വരുന്നതെന്ന് വെച്ചാൽ ജനങ്ങളെ ഒരുമിപ്പിക്കണം. ഇപ്പൊ 2 ഭാഗവും സിമിലർ ആയിട്ടുള്ളത് കൊണ്ടാണ് ഒരുമിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നത്. ഇതിന് ശേഷം അവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ ആപ്കെ അദാലത്തിലെ ഈ എപ്പിസോഡ് ഇപ്പോൾ റെക്കോർഡഡ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് BMCയുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ എപ്പിസോഡ് നിങ്ങൾ കാണിച്ചു കൊടുക്ക്. ആരായിരുന്നാലും ആരുടെ ഒപ്പം പോയാലും ശരി,
BMCയുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ജയിക്കത്തുള്ളൂ, അത് സത്യമാണ്. ഏറ്റവും നല്ല പാർട്ടി, അത് ഞങ്ങളുടെ പാർട്ടി, തീർച്ചയായിട്ടും ഇത് ജയിക്കും. പക്ഷേ മഹാരാഷ്ട്രയിൽ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലാസാബ് താക്കറെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് ഏത് സഹോദരന്മാരെ ഒന്നു ചേർക്കാൻ സാധിച്ചില്ലയോ അവരെ ദേവേന്ദ്ര ഒന്നു ചേർത്തെന്നാണ് പറയുന്നത്. നോക്കൂ, ഞാനിതൊരു വലിയ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് കരുതുന്നത്. അതിനൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുവാണ്. പിന്നെ മീഡിയയിലെ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അവരെ ഞങ്ങളാണ് കഴുത്ത് പിടിച്ച് പുറത്താക്കിയെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്കും അതിന് ഒരു സംബന്ധവുമില്ല. നിങ്ങൾ രണ്ടുപേരോ വഴക്കിട്ടത്. ഉദ്ധവ് അദ്ദേഹമാണ് രാജ് താക്കറയെ പുറത്തേക്കാക്കിയേ. ഇനി അവർ രണ്ടുപേരും ചേർന്നത് നല്ല കാര്യമല്ലേ? ഇനി ഒരുമിച്ചിരിക്കുന്നതിനുള്ള ക്രെഡിറ്റ് എനിക്ക് കിട്ടിയാൽ ഞാൻ മുഴുവൻ മനസ്സോടെ അത് ഏറ്റെടുത്തോളാം. വളരെ സന്തോഷമാണ് എനിക്കതിൽ. ഇപ്പോ പവാറും ഒന്നിച്ചു വരാം, താക്കറെയും ഒന്നിച്ചു വരാം. ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുമോ, ഉത്തമും സിന്ധ്യയും ഒന്നിച്ചു വരുന്നത് പോലെ? അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് യാതൊരു കഷ്ടവുമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ചില വട്ടം എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, അതായത് പൊളിറ്റിക്കൽ അലയൻസ് വളരെ എളുപ്പമായിരിക്കും. കാരണം ഞങ്ങളുടേതും അജിത് ദാഹയുടെയും ഒരേ പൊളിറ്റിക്കൽ അലയൻസ് ആണ്. പക്ഷേ എപ്പോഴാണോ രണ്ട് മനസ്സും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, മനസ്സ് വളരെ ദൂരത്തിൽ ഇങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് അത് അലയൻസ് ചെയ്തത് വളരെ കഷ്ടമാണ്. എനിക്കറിഞ്ഞത് രണ്ട് മനസ്സ് സംബന്ധപ്പെട്ട ഒരു കാര്യമാണ്.